Hi all, once again welcome to Programming Talks Malayalam. ഇന്നത്തെ ടോപ്പിക് വേരിയബിൾസ് ഇൻ പൈത്തൺ. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണെന്ന്. ഓരോ ഡാറ്റയ്ക്കും സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ടാവും. ആ ലൊക്കേഷന് യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സും ഉണ്ടാവും. ബട്ട് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ലെന്തി ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. ഇത്രയും ലെന്തി ആയിട്ടുള്ള ഡിജിറ്റ്സ് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മെമ്മറി ലൊക്കേഷന് അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സിനെ പോയിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ നെയിംസ് ആണ് വേരിയബിൾസ്. സോ വേരിയബിൾസ് ആർ ദ നെയിംഡ് മെമ്മറി ലൊക്കേഷൻ ടു സ്റ്റോർ ഡാറ്റ. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന പൈത്തൻ്റെ ഫീച്ചറിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിരുന്നു മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ലൈക്ക് C++, ജാവയിലൊക്കെ വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്പുണ്ട്. ഇനിഷ്യലൈസേഷന് മുമ്പ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പുണ്ട്. ബട്ട് പൈത്തണിലാണെങ്കിൽ ഇനിഷ്യലൈസേഷൻ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, A=10 ഇതൊരു ഇനിഷ്യലൈസേഷനാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. A=10 നമ്മൾ മാത്സിലൊക്കെ A=10 അല്ലെങ്കിൽ B=50 എന്നൊക്കെ എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താ? Aക്ക് 10 എന്ന വാല്യൂ കൊടുത്തു, Bക്ക് 50 എന്ന വാല്യൂ കൊടുത്തു. ബട്ട് പ്രോഗ്രാമിങ്ങിൽ കോൺസെപ്റ്റ് മറിച്ചാണ്. A=10 എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് 10 എന്ന വാല്യൂ A എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. A പോയിൻ്റ് ചെയ്യുന്നത് 10 സ്റ്റോർ ചെയ്ത മെമ്മറി ലൊക്കേഷനാണ് അല്ലെങ്കിൽ 10ൻ്റെ മെമ്മറി അഡ്രസ്സിനെയാണ്. ഒരിക്കൽ കൂടി A=10 എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് 10 എന്ന വാല്യൂ A എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. A പോയിൻ്റ് ചെയ്യുന്നത് 10ൻ്റെ മെമ്മറി ലൊക്കേഷനാണ് അല്ലെങ്കിൽ മെമ്മറി അഡ്രസ്സിനെയാണ്. നമുക്ക് A=10 എന്ന ഇനിഷ്യലൈസേഷനെ റിയൽ ലൈഫിൽ ഒരു സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുമ്പം നമുക്ക് സീറ്റ് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ രജിസ്റ്റർ നമ്പർ വെച്ചായിരിക്കും അല്ലേ. രജിസ്റ്റർ നമ്പറാണ് ഇവിടുത്തെ വേരിയബിൾ A. പാർട്ടിസിപ്പൻസ് ആണ് ഇവിടുത്തെ വാല്യൂസ്, അതായത് ഇവിടുത്തെ 10. നമ്മളിരിക്കുന്ന സീറ്റാണ് മെമ്മറി ലൊക്കേഷൻ. എൻ്റയർ ഹോളാണ് ഇവിടുത്തെ മെമ്മറി. ക്ലിയർ? ഇനി ബാഗ് യൂസ് ചെയ്യുന്നത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. സ്റ്റോർ ചെയ്ത സാധനങ്ങളെ റീപ്ലേസ് ചെയ്ത് നമുക്ക് പുതിയ സാധനങ്ങൾ വെക്കാനും പറ്റും. അതേ ഒരു യൂസ് വേരിയബിൾസിന് പ്രോഗ്രാമിങ്ങിലും ഉണ്ട്. നമുക്ക് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്ത വാല്യൂസിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ വാല്യൂസും വെക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. A=20. ആദ്യം ഞാൻ Aക്ക് 20 എന്ന വാല്യൂ അസൈൻ ചെയ്തു. പിന്നെ 20നെ റീപ്ലേസ് ചെയ്തിട്ട് ഹായ് എന്ന സ്ട്രിങ്ങിനെ വെച്ചു. ഇനി ഇതിലേതായിരിക്കും പ്രിൻ്റ് ആകുന്നത്? ഏതാണോ അവസാനം അസൈൻ ചെയ്ത വാല്യൂ അതായിരിക്കും പ്രിൻ്റ് ആകുന്നത്. സോ വേരിയബിൾസ് ആർ ദ കണ്ടെയ്നർ ദാറ്റ് ഹോൾഡ് ദ ഡാറ്റ ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ലേറ്റർ ഇൻ ദി പ്രോഗ്രാം. ഇനി വേരിയബിൾസിൻ്റെ നെയിം ചെയ്യണമെങ്കിൽ ചില റൂൾസ് അറിഞ്ഞിരിക്കണം. അതൊന്ന് നോക്കാം. വേരിയബിൾസിൻ്റെ ചെറിയ പേരുകൾ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേരുകളും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് വേരിയബിൾസിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ആൽഫബറ്റിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഡിജിറ്റ്സിൽ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർസ് യൂസ് ചെയ്യാം ബിഗിനിങ്ങിൽ, ബട്ട് ഡിജിറ്റ്സ് ഒരിക്കലും പാടില്ല. ഇനി കേസ് സെൻസിറ്റീവ് ആണ് വേരിയബിൾസിൻ്റെ നെയിം കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേരിയബിൾ നെയിമിംഗ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. എന്താണ് കേസ് സെൻസിറ്റീവ്? ഹായ് എന്ന് ഞാൻ ഫുള്ളി സ്മോൾ ലെറ്ററിൽ എഴുതിയാലും, ഹായ് എന്ന് ഞാൻ ഫുള്ളി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും, ഹായ് എന്ന് ഞാൻ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ഉപയോഗിച്ചാലും മീൻ ചെയ്യുന്നത് മൂന്ന് വേരിയബിളാണ്. ഇനി വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ ഒരിക്കലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് ഹാഷ്, $, ആമ്പർസാൻഡ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് പൈത്തണിൽ മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് പറ്റും. മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരേ സമയം ഒന്നിലധികം വാല്യൂസ് ഡിഫറെൻറ്റ് വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്യാം. ഒരിക്കൽ കൂടി, അറ്റ് എ ടൈം നമുക്ക്
ഒന്നിലധികം വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, 3 എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്. ആദ്യം ഞാൻ എ ബി സി എന്ന 3 വേരിയബിളിലേക്ക് എ എന്ന വേരിയബിളിലേക്ക് 12 എന്ന വാല്യൂവിനെ അസൈൻ ചെയ്തു. ബി എന്ന വേരിയബിളിലേക്ക് 30 എന്ന വാല്യൂവിനെ അസൈൻ ചെയ്തു. 45 എന്ന വാല്യൂവിനെ ഞാൻ സി എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഇനി അസൈൻ ചെയ്യുന്ന വാല്യൂസ് സെയിം ഡാറ്റ ടൈപ്പ് ആവാം, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ആവാം, ഒരേ വാല്യൂ ആകാം. 3 കണ്ടീഷനുണ്ട്. സെയിം ഡാറ്റ ടൈപ്പ് ആകാം, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ആകാം, സെയിം വാല്യൂ ആകാം. സെയിം വാല്യൂ തന്നെ എത്ര വേരിയബിൾസിന് വേണമെങ്കിലും കൊടുക്കാം. സെക്കൻഡ് എക്സാമ്പിളിന് എ ബി സി എന്ന 3 വേരിയബിളിനും ഞാൻ കാർ എന്ന സ്ട്രിങ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. 3 പേര് എയിലോട്ടും പോകുന്നത് കാർ എന്ന സ്ട്രിങ് ആണ്, ബിയിലേക്കും അസൈൻ ചെയ്യുന്ന കാർ എന്ന സ്ട്രിങ് ആണ്, സിയിലേക്കും അസൈൻ ചെയ്യുന്നത് കാർ എന്ന സ്ട്രിങ് ആണ്. തേർഡ് എക്സാമ്പിളിൽ ഫസ്റ്റ് വേരിയബിൾ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് നെയിം ചെയ്തേക്കുന്നത്. പിന്നെ AC1, പിന്നെ ലാസ്റ്റ് വൺ അണ്ടർസ്കോർ എന്ന് പറഞ്ഞ അണ്ടർസ്കോർ കൊണ്ടാണ് നെയിം ചെയ്തേക്കുന്നത്. അവിടെ എയിലേക്ക് ഞാൻ 13 എന്ന വാല്യൂ എടുത്ത്, AC1ലേക്ക് ഏജ് എന്ന് പറഞ്ഞ സ്ട്രിങ് എടുത്തു, അണ്ടർസ്കോറിലേക്ക് 25.5. നോക്കിക്കേ, ഇവിടെ 3 ഡാറ്റ ടൈപ്പാണ്. ആദ്യത്തേത് ഇൻറ്റിജറാണ്, ഏജ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ്, 25.5 എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പം മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒരേ സമയം ഡിഫറെൻറ്റ് വേരിയബിൾസിനെ വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും. അസൈൻ ചെയ്ത വാല്യൂസ് സെയിം ഡാറ്റ ടൈപ്പ് ആകാം, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഒരേ വാല്യൂ തന്നെ എല്ലാ വേരിയബിൾസിനും അസൈൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അടുത്ത വീഡിയോ പൈത്തൺ കോഡിംഗ് എങ്ങനെ നമുക്ക് ഫോണിൽ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. എല്ലാവരും മറക്കാതെ കാണണം. തുടർന്നുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.